ഹായ് ഓൾ, എല്ലാവർക്കും സൈലന്റ് ടെക്നിക്കലിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് PSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് നവംബർ മാസത്തെ എക്സാം കലണ്ടർ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ PSC എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം നമുക്ക് കൺഫർമേഷൻ ആയിട്ട് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ മാസം 11-ാം തീയതി ആയിരുന്നു അല്ലെ. അപ്പോൾ അതിനുശേഷം അവരെന്ത് ചെയ്തിട്ടുണ്ട്, PSC ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എത്ര ആൾക്കാർക്ക് ഇത് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നൊരു ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, നമ്മളുടെ മുന്നിലേക്ക് നമുക്ക് നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ ഒരു ലെവൽ എത്രയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, നമുക്ക് ഏതെല്ലാം എക്സാമുകൾക്ക് ഏതെല്ലാം എത്ര ആൾക്കാർ അപ്ലൈ ചെയ്ത ആൾക്കാർ എത്രത്തോളം കൺഫേം ചെയ്തിട്ടുണ്ട് എന്ന ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും തന്നെ നോക്കുക. അപ്പൊ നമുക്ക് ആദ്യം വരുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രൈവർ മെക്കാനിക് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു ആ തസ്തിക വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്ന ടോട്ടൽ ആപ്ലിക്കേഷൻ വന്നത് 9780 പേര് അപ്ലൈ ചെയ്ത് കൊടുത്ത് 4835 പേര് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതിനെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അടുത്തത് വരുന്നതാണ് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവരും തന്നെ കാത്തിരുന്ന, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എന്ന് പറയുന്ന എക്സാമിൽ ആ തസ്തിക, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ടുള്ള തസ്തിക, നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന 14321 പേരായിരുന്നു. പക്ഷെ നോക്കിയേ, നമുക്കിവിടെ കൃത്യമായിട്ട് അറിയാം, ഏകദേശം ഒരു 50% ആൾക്കാർ തന്നെ അവിടുന്ന് കൺഫർമേഷൻ കൊടുക്കാതെ ഒഴിവായി പോയിട്ടുണ്ട്. എത്രത്തോളം വരുന്നുള്ളൂ? ഇനി 7386 പേര് മാത്രമേ ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്തുള്ളൂ. ഈ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരിൽ പലരും എന്ത് ചെയ്യാറില്ല, എക്സാം എഴുതാൻ വരാറില്ല. അപ്പോൾ കോമ്പറ്റീഷൻ ലെവല് കുറച്ചൊന്ന് ഡൗൺ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തില്. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനം കൊണ്ടുപോകുന്നവർക്ക് ഈ ഒരു ചാൻസ് വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലി ഉറപ്പായിട്ടും കിട്ടാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ അടുത്തത് വരുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കഴിഞ്ഞാൽ ടേണർ ആണ് വരുന്നത്. അത് വരുന്നത് 12190 ആയിരുന്നു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ നോക്കിയേ, ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കുറവാണ് അവിടെ നടന്നിട്ടുള്ളത്. 5687 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ ഈ ഒരു പോസ്റ്റിലേക്ക്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, കോമ്പറ്റീഷൻ വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഡിസ്ട്രിക്ട് വൈസ് വിളിച്ച പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പല കുട്ടികളും പല ആൾക്കാരും തന്നെ ഈ ഒരു പോസ്റ്റ് കാണാതെ അല്ലെങ്കിൽ അത് കൺഫർമേഷൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പോലും തന്നെ വിട്ടുപോയ ആൾക്കാരുണ്ട്. ആ വിട്ടുപോയ ആൾക്കാരിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നമുക്കറിയാം ഇത് ഡിസ്ട്രിക്ട് വൈസ് വിളിച്ചത് കൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ തിരുവനന്തപുരത്തായിരുന്നു അത് വിളിച്ചപ്പോൾ 8077 പേര് തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്തിരുന്നു. പക്ഷെ അതില് 5426 പേര് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അതുകൂടാതെ നമുക്ക് തൃശ്ശൂരിലേക്ക് പോയാല് 4291 പേര് അപ്ലൈ ചെയ്തപ്പോൾ അവിടെ 2733 പേർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അടുത്തത് വരുന്നത് ആലപ്പുഴയ്ക്ക് പോയാല് 3507 പേര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൺഫർമേഷൻ കൊടുത്ത് നോക്കിയേ, വെറും 2311 പേർ മാത്രം. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ട്രേസർ വരുന്നത് സോയിൽ സർവേ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന, നമുക്ക് കോട്ടയത്തിലേക്ക് പോയാൽ 2222 പേരായിരുന്നു അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതില് 1428 പേർ മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഇനി വരുന്നത് ഇടുക്കിയിലേക്ക് പോയാൽ അവിടെ നോക്കിക്കഴിഞ്ഞാല് 2016 പേര് അവിടെ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാർ എണ്ണം നോക്കിയ വെറും 1347 പേർ മാത്രമാണ് അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, അടുത്തത് പാലക്കാടാണ്. പാലക്കാടും അവിടെ സ്ഥിതി വ്യത്യാസമല്ല. 2611 പേര് അവിടെ എന്ത് ചെയ്തിരുന്നു, ആപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷേ 1795 പേർ മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ദെൻ അടുത്ത വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ 4374 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ 2809 പേർ മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, കൺഫർമേഷൻ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് കണ്ണൂരിലേക്ക് പോയാല് അവിടെയും എന്താണ്, 4153 പേരില് 2682 പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ് കോമ്പറ്റീഷൻ ലെവൽ നമുക്ക് എത്രത്തോളം കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ കോമ്പറ്റീഷൻ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഒരു സുവർണ അവസരം
അവിടെ നമുക്കറിയാം ട്രേസർ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ട്രേസർ എന്ന തസ്തിക എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ വേക്കൻസി ആണെങ്കിൽ കൂടെയും അവിടെ നമ്മൾ നന്നായിട്ട് ഇപ്പോൾ എല്ലാവരും തന്നെ സിവിൽ എക്സാമുകളെല്ലാം നന്നായിട്ട് എഴുതി നല്ല രീതിയിൽ അത് പഠിച്ച് റിവൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ ഇനി ഇതൊരു പ്രോപ്പർ റിവിഷൻ കിട്ടിയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഇതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നല്ലൊരു ചാൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സുവർണ അവസരം പാഴാക്കാതെ ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് തീരുന്നില്ല, നമുക്കിനി അടുത്ത് വരുന്നത് ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടർ ഇലക്ട്രോണിക് മെക്കാനിക് ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അവിടെ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. 15,575 പേര് അവിടെ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ അവിടെ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരുടെ എണ്ണം നോക്കിയേ വെറും 8,683 പേർ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, ഏകദേശം ഒരു 50% പേര് വെറുതെയാണ് എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ആ 50% പേര് ആൾക്കാർ അവിടെ കൺഫർമേഷൻ കൊടുക്കാതെ അവിടെ ഒഴിവായി പോയിട്ടുണ്ട്. ബാക്കി വരുന്ന ആൾക്കാരിലെ ഇത് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ എണ്ണവും നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അത്രയും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ചാൻസ് എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നവംബർ എന്ന് പറയുന്നത് വളരെ അടുത്താണ്, കുറഞ്ഞ സമയം കൂടെ ഉള്ളൂ. ആ സമയം കൊണ്ട് കിട്ടിയ സമയം ഒരിക്കലും പാഴാക്കാതെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ടുള്ളൊരു പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഈ ഒരു 2 മാസം കൊണ്ട് നിങ്ങൾക്കൊരു ജോലിയിലേക്ക്, ഒരു സർക്കാർ ജോലിയിലേക്ക് എത്താൻ വേണ്ടി വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കോമ്പറ്റീഷൻ ലെവല് ഏകദേശം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മാത്രം മതിയില്ലേ. പഠനം വളരെ തീവ്രമായിട്ട് കൊണ്ടുപോയാലേ, അതിന് പ്രോപ്പർ റിവിഷൻ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, അതിലെ കോമ്പറ്റീഷൻ ലെവൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഈ പഠനം അല്ലെ. നമ്മൾ പഠിച്ചാൽ ഇനിയിപ്പോൾ ഒട്ടും പഠിക്കാത്തവരായിക്കോട്ടെ, ട്രേസർ പോലുള്ള എക്സാം വളരെ ബേസ് ലെവലിൽ നിന്ന് തന്നെ പഠിച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരിൽ തന്നെ എത്രത്തോളം പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരിനേക്കാൾ നന്നായിട്ട് എത്താൻ പാകത്തിൽ നമുക്കിവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സ് ഇവിടെ സൈലം ടെക്നിക്കൽ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്, കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഫീസിൽ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ ഉണ്ടാവില്ല. അത്രയും അഫോർഡബിൾ ആയിട്ട് നിങ്ങളുടെ, അതായത് ഉദ്യോഗാർത്ഥികൾ കൂടെ തന്നെ നിന്നുകൊണ്ട് സൈലം ടെക്നിക്കൽ നിങ്ങളുടെ കൂടെ ഈ ഒരു കോഴ്സ് ഇവിടെ തരുന്നുണ്ട്. റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ പാകത്തിലായിരിക്കും ഈ ഒരു കോഴ്സ് ഉണ്ടാവുക. അപ്പോൾ വെറും നോക്കിയേ, അതിന്റെ റേറ്റ് വരുന്നത് വെറും 1,499 രൂപ മാത്രമാണ്. ആ ഒരു പൈസയില് ഈ ഒരു സ്വപ്ന ജോലി 2 മാസം കൊണ്ട് ഒരു ജോലി എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാം. ഇനി പഠിച്ച കുട്ടികളാണെങ്കിൽ തന്നെ നിങ്ങൾ ഏകദേശം പഠിച്ച് എത്തിയവരാണെങ്കിലും ഇതിന് പ്രോപ്പർ ആയിട്ടൊരു ലൈവ് ഇന്ററാക്ഷനോട് കൂടി, ക്വസ്റ്റ്യൻ ഡിസ്കഷനോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിലൂടെ എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളും എന്ത് ചെയ്യുക, ഈ കോഴ്സ് എടുക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് ചേർന്ന് ഞങ്ങളുടെ കൂടെ പഠിച്ചു പോകാം. നമുക്കൊരു ജോലി ഈസി ആയിട്ട് എത്താൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ നമുക്ക് ഇനി അറിയാം, നമുക്ക് ഫിറ്റർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾ ഉണ്ടാവും അല്ലെ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, അവർക്കും അവരുടെ സ്വപ്നവും എന്ത് ചെയ്യാം, സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അടിപൊളിയുള്ള ഒരു കോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള ഒരു കോഴ്സാണ് ഇവിടെ റണ്ണിങ് ആയിട്ടുള്ളത്. ആ റണ്ണിങ് ഓൾറെഡി റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സാണ്. അതിന്റെ ഫീസും വളരെ അഫോർഡബിൾ ആയിട്ട്, കേരളത്തിൽ തന്നെ ഇത്രയും കുറഞ്ഞ ഫീസിൽ ഈ പറയുന്ന ഇങ്ങനെ ഒരു കോഴ്സ് ആരും തന്നെ തരുന്നുണ്ടാവില്ല. വെറും 999 രൂപയാണ് ഈ ഒരു കോഴ്സ് വരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ നല്ല നിർബന്ധമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക, റിവൈസ് ചെയ്ത് കൊണ്ടുപോകുക. ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ ആയിക്കോട്ടെ, എങ്ങനെയുള്ള ക്ലാസ്സുകളാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുമെന്ന കാര്യം അതിലൊരു സംശയമില്ല. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു സുവർണാവസരം ആരും കളയാതെ, ഒട്ടും സമയം കളയാതെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഞങ്ങളുടെ കോഴ്സുകളിലേക്ക് എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിച്ച് ആ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്തട്ടെ എന്നുള്ള ആശംസയോട് കൂടി ഞാനിവിടെ ഇത് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനി അടുത്ത ഒരു സെഷനിലൂടെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ഓൾ.